ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ലെസണാണ് നമ്മൾ പഠിക്കുന്നത്. 2 ക്ലാസ്സുകളിലായി നമ്മൾ മുഗൾ എംപയർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് വിജയനഗര റൂൾ. അപ്പോൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിജയനഗര എംപയറിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. Hope you have learned about the Mughal dynasty that ruled Delhi during the medieval period. Different dynasties existed in South India also during this period. The most prominent among them was വിജയനഗര കിങ്ഡം. അപ്പോൾ നമ്മൾ ഡൽഹി ആസ്ഥാനമായിട്ട് ഭരണം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ മോസ്റ്റ് പ്രോമിനൻ്റ് എമങ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഡൈനാസ്റ്റി ആയിട്ടുള്ള വിജയനഗര കിങ്ഡമിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വിജയനഗര ആൻഡ് ഹംപി. വിജയനഗര സിറ്റി ഓഫ് വിക്ടറി വാസ് ദ നെയിം ഓഫ് ബോത്ത് സിറ്റി ആൻഡ് എ കിങ്ഡം. അപ്പോൾ വിജയനഗര ഏത് പേരിലറിയപ്പെടുന്നു? സിറ്റി ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ സിറ്റി അല്ലേ, അതാണ് വിജയനഗരം. വാസ് ദ നെയിം ഓഫ് ബോത്ത്, സിറ്റിയുടെയും കിങ്ഡം സാമ്രാജ്യത്തിൻ്റെയും പേര് ഒന്ന് തന്നെയാണ്. ദ സിറ്റി വാസ് ഡിസ്ട്രോയിഡ് ഇൻ 1565 CE ആൻഡ് റിമെയിൻഡ് ഓൺലി ഇൻ ദി മൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പോൾ 1565 ക്രിസ്ത്യൻ ഇറ 1565 ഈ സിറ്റി നശിച്ചു പോവുകയും ജനങ്ങളുടെ മനസ്സിൽ മാത്രമാണ് ഈ സിറ്റി നിലനിന്നിരുന്നത്. ഇറ്റ് റിമെയിൻഡ് ഇൻ ദെയർ പോപ്പുലർ മെമ്മറി ആസ് ഹംപി അല്ലേ. ഹംപിയുടെ പിക്ചറാണ് നമ്മൾ ആദ്യം ലെസൺ തുടങ്ങിയപ്പോഴേ കണ്ടത്. അപ്പോൾ ആ ഹംപിയുടെ പോപ്പുലർ മെമ്മറി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ദ റൂയിൻ ഓഫ് ഹംപി വെയർ ഡിസ്കവേർഡ് ഇൻ 1800 ബൈ കേണൽ മാക്കൻഡെയിൻ ആസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ. അപ്പോൾ 1800 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസറായിട്ടുള്ള കേണൽ മാക്കൻഡെയിൻ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത്. ദിസ് ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദി റീസർച്ചേഴ്സ് ടു ഹിസ്റ്ററി ഓഫ് വിജയനഗര. അപ്പോൾ ഈ ഹിസ്റ്റോറിയൻസിനൊക്കെ എന്ത് ചെയ്യുന്നു, വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഇതുകൊണ്ട് സാധിച്ചു. ലിസ്റ്റ് ഔട്ട് ദ പ്രസൻറ്റ് ഡേ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇൻക്ലൂഡഡ് ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദ എബോവ് മാപ്പ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന മാപ്പിൽ നിന്നും ഇന്നത്തെ ഏതൊക്കെ സിറ്റികളിലാണ് അന്ന് വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ മാപ്പിനെ ശ്രദ്ധിച്ച് നോക്കി അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുക. ദ കിങ്സ് ഓഫ് വിജയനഗര. സംഗമ ഡൈനാസ്റ്റി ഹരിഹര ആൻഡ് ബുക്ക. സലുവ ഡൈനാസ്റ്റി നരസിംഹ സലുവ. തുളുവ ഡൈനാസ്റ്റി വീരനരസിംഹ കൃഷ്ണദേവരായ. അരവിഡു ഡൈനാസ്റ്റി തിരുമല വെങ്കിട ഫസ്റ്റ്. അപ്പോൾ 4 ഡൈനാസ്റ്റികൾ വിജയനഗര സാമ്രാജ്യത്തെ പ്രധാനമായിട്ടും 4 ഡൈനാസ്റ്റികൾ ചേർന്നതാണ്. ഏതൊക്കെയാണ്? സംഗമ ഡൈനാസ്റ്റി, സലുവ ഡൈനാസ്റ്റി, തുളുവ ഡൈനാസ്റ്റി, അരവിഡു ഡൈനാസ്റ്റി. ഈ ഡൈനാസ്റ്റികൾ ചേർന്നതാണ് വിജയനഗര സാമ്രാജ്യം. The Vijayanagara was founded in 1336 CE by the brothers ഹരിഹര ആൻഡ് ബുക്ക. അപ്പോൾ ഹരിഹര ആൻഡ് ബുക്ക ബ്രദേഴ്സാണ് ഏത് സാമ്രാജ്യം സ്ഥാപിച്ചത്? വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദി പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. അപ്പോൾ ഈ വെൽത്തി ആയിട്ടുള്ള സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഫിഷ്യൻ്റ് റൂളറായിരുന്നു കൃഷ്ണദേവരായ. The king allowed such freedom that anyone, irrespective of being Christian, Jews, Moors or Heathen, can come and go and live according to his creed without being annoyed in any way. Equality was ensured by the judicial system present there. അപ്പോൾ പോർച്ചുഗീസ് ട്രാവലൻ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. രാജാവ് എന്ത് ചെയ്യുന്നു? രാജാവ് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഫ്രീഡം കൊടുത്തിരുന്നു അല്ലേ. ജാതി വ്യവസ്ഥയൊന്നും നിലനിന്നിരുന്നില്ല. അത് കണക്ക് തന്നെ എല്ലാവരെയും ഇക്വാളിറ്റി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് ദ പീരീഡ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എംപയർ. അപ്പോൾ സാമ്രാജ്യത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡ് സാമ്രാജ്യ വികസനത്തിൻ്റെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ്.
Lot of construction work were carried out during his reign. Apart from constructing more facilities in the capital city of Hampi, he also built new forts, പാലസസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹംപി. കൂടാതെ ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അനദർ ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. അപ്പം മതസൗഹാർദ്ദമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. ആർ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം. അപ്പോൾ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് പരിഗണിച്ചിരുന്നു. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ വെയർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ് ഫ്രീലി. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്പിയർ ആൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്കും ഏത് മതത്തിലായാലും അവർക്കുള്ള വിശ്വാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. കൂടാതെ കലയ്ക്കും സാഹിത്യത്തിനും അത് എനിക്ക് സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രോഗ്രസ് ഉണ്ടാകാൻ കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിന് വിജയനഗര സാമ്രാജ്യത്തിന് കഴിഞ്ഞിരുന്നു. He had extraordinary eradication and authored the work of Amukta Malyada and ജാമ്പവതി കല്യാണം. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 വർക്കുകളായിരുന്നു. ഹി പ്രൊമോട്ടഡ് ദ തെലുങ്ക്, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. ദ സ്കോളേഴ്സ് നോണസ് അഷ്ടദിഗ്ഗജാസ് അഡോണ്ട് ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട സ്കോളേഴ്സിനെ എന്ത് പേരിൽ അറിയപ്പെട്ടു? അഷ്ടദിഗ്ഗജാസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രിപ്പയർ നോട്ട്സ് ബൈ കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസി ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും റിലീജിയസ് പോളിസി. അത് കമ്പയർ ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നല്ലതുപോലെ പഠിക്കുക. എക്സാമിന് നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. മൊണാർക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൾസോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെ രാജവാഴ്ച തന്നെയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലും നിലനിന്നിരുന്നത്. മൊണാർക്കി രാജവാഴ്ച. For administrative convenience, the country was divided into മണ്ഡലം ഓർ പ്രോവിൻസ്. അപ്പം പെട്ടെന്ന് ഭരണം നടത്തുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിനെ സ്റ്റേറ്റുകളായിട്ടും അത് കണക്ക് ഡിസ്ട്രിക്റ്റുകളായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്തു, കൺട്രിയെ മണ്ഡലങ്ങളായി പ്രോവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, നാടു ഡിസ്ട്രിക്റ്റായിട്ടും സബ് ഡിസ്ട്രിക്റ്റായിട്ടും വില്ലേജ് ുമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തു. ദർ വാസ് എ ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്. ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ രാജാവിനെ സഹായിക്കാൻ ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു, രാജാവ് മിനിസ്റ്റേഴ്സിനെ പണിഷ് ചെയ്യാനും ഡിമോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം രാജാവിന് തന്നെയായിരുന്നു. ദർ വാസ് എ കോർട്ട് അറ്റ് വേരിയസ് ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്ലൈറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അതോറിറ്റി, സുപ്രീം പവർ എന്ന് പറയുന്നത് രാജാവ് തന്നെയായിരുന്നു. മൈനർ ഒഫൻസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് വെയർ ഡെൽറ്റ് വിത്ത് ബൈ ദ വില്ലേജ് കോർട്ട് ദംസെൽസ്. അപ്പോൾ രാജ്യത്തിനകത്ത് നടന്ന മൈനറായിട്ടുള്ള ഒഫൻസുകളും ലേബർ ഡിസ്പ്യൂട്ടുകളും ഒക്കെ കാണുമല്ലേ, അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് വില്ലേജ് കോർട്ടുകളാണ്. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിരുന്നതാണ് നായകാസ് ആൻഡ് അമരനായകാസ്. ദ മിലിറ്ററി കമാൻഡേഴ്സ് വെയർ നോൺ ആസ് അമരനായക. അപ്പോൾ ആരാണ് മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് എന്തെന്ന് വിളിച്ചത്? അമരനായകാസ് എന്ന് വിളിക്കുന്നത്. ദ കിങ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. അപ്പോൾ രാജാവ് അവർക്ക് കുറച്ച് ഭൂമി കൊടുത്തിരുന്നു. ഈ ഭൂമിയാണ് അമര എന്ന് വിളിക്കുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായക. അമരനായക ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം ദിസ് ഏരിയാസ്. അപ്പോൾ ഈ ലാൻഡിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരവും അമരനായകക്കായിരുന്നു. അമരനായക പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു കിങ്. അപ്പോൾ ഈ ടാക്സിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് രാജാവിലെ പെയ്ഡ് ചെയ്തിരുന്നു.
They also maintained a certain number of foot soldiers, horses and elephants. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിനെ അല്ലെങ്കിൽ ഇൻഫാൻട്രി, കവൽറി ആൻഡ് എലഫൻസിനെ അദ്ദേഹം നിലനിർത്തിയിരുന്നു. ദി സിസ്റ്റം വാസ് കാൾഡ് അമരനായക സിസ്റ്റം. അല്ലെ, ഈ സിസ്റ്റത്തിനെയാണ് എന്തെന്ന് വിളിച്ചത്? അമരനായക സിസ്റ്റം. അപ്പം അക്ബറിൻ്റെ നമ്മൾ പഠിച്ചു എന്തായിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ സൈനിക വ്യവസ്ഥയെ വിളിച്ചിരുന്ന പേരിത് മാൻസബ്ദാരി സിസ്റ്റം അല്ലേ. അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ മിലിറ്ററി സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് അമരനായക സിസ്റ്റം. സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ബ്രാഹ്മിൻസ് വേർ ദ ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലും കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു. ബ്രാഹ്മിൻസ് ആയിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിച്ചിരുന്നത്. ദേ വെയർ എൻറ്റൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദി ടെമ്പിൾസ്. അപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് അനുവദിച്ചിരുന്ന ലാൻഡ് ടാക്സ് ഒക്കെ കളക്ട് ചെയ്തിരുന്നത് ആരാണ്? ഈ ബ്രാഹ്മിൻസ് ആയിരുന്നു. ബ്രാഹ്മിൻസ് യൂസ്ഡ് ടു ലെഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറമണീസ് ഇൻ ദ ടെമ്പിൾസ്. അതർ സെക്ഷൻ ഓഫ് സൊസൈറ്റി വെയർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തിയിരുന്നത് ബ്രാഹ്മിൻസ് ആയിരുന്നു. പിന്നെ കൂടാതെ എന്തൊക്കെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു? കൃഷി, അതിനൊക്കെ ട്രേഡ്, ഹാൻഡിക്രാഫ്റ്റ്, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ജോലികളിലുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു. King employed women to prepare account of the royal palace and ഡെക്കറേറ്റ് ഗാർഡൻസ്. അപ്പോൾ റോയൽ പാലസും അതേ കണക്ക് ഗാർഡൻസും ഒക്കെ അലങ്കരിക്കാനായിട്ട് സ്ത്രീകളെ നിയമിച്ചിരുന്നു. പോളിഗാമി പ്രിവെയിൽഡ് എമങ് ദി വെൽത്തി. അപ്പോൾ എന്തോ പോളിഗാമി, ബഹുഭാര്യാത്വം ഒക്കെ ആ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വെയർ പ്രിവലൻ്റ് ഇൻ ദി സൊസൈറ്റി. സൊസൈറ്റിയിൽ ചൈൽഡ് മാരേജും അതേ കണക്ക് തന്നെ സതിയുമൊക്കെ നിലനിന്നിരുന്നു. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ഇൻ ദിസ് സ്ട്രീറ്റ് ലിവ് മെനി മർച്ചൻറ്റ്സ് ആൻഡ് there you will find all sorts of rubies and diamonds and emerald and pearls and clothes that you may wish to buy. Then a fair where they sell horses and oranges and grapes and wood. അപ്പോൾ പോർച്ചുഗീസ് ട്രാവലർ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്നോ ഇവിടുത്തെ വിജയനഗര സിറ്റികളുടെ കുറിച്ച്. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റികളാണ് ഇവിടെ നിലനിന്നിരുന്നത്. അപ്പം സാമ്രാജ്യത്തിൻ്റെ എന്താണ് പുരോഗതി ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Many travelers who visited the country recorded the grandeur and richness of the Vijayanagara. The main occupation of the people was agriculture. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൃഷി തന്നെയാണ്. സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ഓക്കുപ്പേഷൻ അതായിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വെയർ കോമൺലി യൂസ്ഡ്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ എയറിഡ് ഏരിയാസ് അറൗണ്ട് വിജയനഗര. അപ്പോൾ വെള്ളത്തിന് ദൗർലഭ്യമായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ആവശ്യത്തിന് ജലസേചന മാർഗങ്ങളൊക്കെ നിർമ്മിച്ച് എന്ത് ചെയ്തു? കൃഷിയെ പരിപോഷിപ്പിച്ചിരുന്നു. കമലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ 15th century CE, ഹിരിയ കനാൽ ആൻഡ് ഡാം അക്രോസ് തുംഗഭദ്ര റിവർ സ്ട്രെങ്തൻഡ് ദ അഗ്രികൾച്ചറൽ സ്ട്രെങ്ത്. ദ ലാൻഡ് വാസ് സർവൈവ്ഡ് ആൻഡ് ടാക്സ് അക്കോർഡിംഗ് ടു ദി പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലാൻഡ് ടാക്സ് നിശ്ചയിച്ചിരുന്നു. Apart from the land tax, the main source of revenue to the government were provincial tax, building tax, license fees of various kinds and fines posed by the court. ഇതൊക്കെയാണ് രാജ്യത്തിന് പ്രധാനമായി ലഭിച്ചിരുന്ന വരുമാന മാർഗങ്ങൾ. ഇതൊക്കെയാണ് പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീസ്, ഇതൊക്കെയായിരുന്നു രാജ്യത്തിലെ പ്രധാന വരുമാന മാർഗങ്ങൾ. Vijayanagara developed into the major trade center. The traders from different parts of the India were whaled forward to the famous city of Vijayanagara. The rulers greatly encouraged the foreign trade. Portuguese and Arabs had a monopoly over the foreign trade. Trade was also done with China and Sri Lanka. അപ്പോൾ വിജയനഗര മേജർ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു. പല വിദേശ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു? വിജയനഗര സാമ്രാജ്യവുമായിട്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതും പോർച്ചുഗീസുകാരും അറബുകാരും ആയിരുന്നു.
പിന്നെ എന്ത് ചെയ്തു, കൂടാതെ ചൈനയുമായിട്ടും അത് കണക്ക് തന്നെ ശ്രീലങ്കയുമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ആ ട്രേഡ് റിലേഷൻ പുലർത്തിയിരുന്നു. ദ ട്രേഡ് ഓഫ് ഹോഴ്സസ് ബ്രോട്ട് ഫ്രം അറബ്സ് ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദ അറബ്സ്. അപ്പോൾ ഹോഴ്സ് ട്രേഡ് ഏത് രാജ്യവുമായിട്ടായിരുന്നു? സെൻട്രൽ ഏഷ്യയുമായിട്ടും അറേബ്യയുമായിട്ടും ഒക്കെ നടത്തിയിരുന്നു. ഹോഴ്സസ് വെയർ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ട്രേഡ്. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വെയർ നോൺ അസ് കുതിരച്ചെട്ടീസ്. അപ്പം ഹോഴ്സ് ട്രേഡേഴ്സിനെ വിളിച്ചിരുന്ന പേര് എന്താണ്? കുതിരച്ചെട്ടീസ് എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രാജ്വലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ് ആൻഡ് ടുക്ക് കൺട്രോൾ ഓഫ് ദിസ്. പിന്നെ എന്ത് ചെയ്തു, ഗ്രാജ്വലി എന്ത് ചെയ്തു, ഈ അറബ്സിനെ പുഷ് ചെയ്ത് മാറ്റിയതിന് ശേഷം പോർച്ചുഗീസ് ഈ അധികാരം പിടിച്ചെടുത്തു. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ സിറ്റി ഇൻഡിക്കേറ്റ് ദ ട്രേഡ് റിലേഷൻ വിത്ത് ചൈനയുമായിട്ടും എന്ത് ചെയ്തു, ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. ചൈനീസ് പോട്ടറിയൊക്കെ ഈ കാലഘട്ടത്തിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ബിൽഡിങ്സിൻ്റെയൊക്കെ പിക്ചർ നമുക്ക് പേജ് നമ്പർ 22 കാണാനായിട്ട് സാധിക്കും. ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ആൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. കൂടാതെ എന്ത് കൾച്ചറൽ ലൈഫും ഈ കാലഘട്ടത്തിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചു. മെനി സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ടു സ്റ്റഡി വേദാസ് ആൻഡ് ശാസ്ത്രാസ്. വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്കൂളുകളുമൊക്കെ ഉണ്ടായി. വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് അൺപ്രഡിക്റ്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ, മ്യൂസിക്, അല്ലെ എല്ലാ മേഖലകളിലും കലയ്ക്കായാലും അത് കണക്ക് എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാക്കാനായിട്ട് ഈ വിജയനഗര സാമ്രാജ്യത്തിന് കഴിഞ്ഞിരുന്നു. കിങ് ലൈക്ക് കൃഷ്ണദേവരായ വേർ ദ പാറ്റേൺ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ദ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് പ്രോമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ദ്രാവിഡ മോഡലായിട്ടുള്ള സ്കൾപ്ചറാണ് ഡോമിനൻ്റ് ആയിട്ട് നിലനിന്നിരുന്നത്. അനദർ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ജൈജാൻറ്റിക് ടെമ്പിൾ ഗേറ്റ് നോൺ ആസ് ഗോപുരം. അല്ലേ, ഗോപുരം അതായിരുന്നു വിജയനഗര പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൾപ്ചർ സ്റ്റൈൽ. വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗോപുരംസ്. The field of literature also made tremendous progress during this period. തെലുങ്ക് ലിറ്ററേച്ചർ വാസ് മോസ്റ്റ് ഫ്ലറിഷ്ഡ് ഓൺ. അല്ലേ, തെലുങ്ക് സാഹിത്യം വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു വിജയനഗര കാലഘട്ടം. ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക് ആൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. കൂടാതെ എന്ത് ചെയ്തു, തമിഴ് സാൻസ്ക്രിറ്റ് വർക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു. പ്രധാനപ്പെട്ട സാൻസ്ക്രിറ്റ് വർക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട കാലഘട്ടമായിരുന്നു ഏത് കാലഘട്ടം? വിജയനഗര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ലെസൺ. അപ്പോൾ മെഡീവൽ പീരീഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡൈനാസ്റ്റികളായിരുന്നു വിജയനഗര എംപയർ ആൻഡ് മുഗൾ പീരീഡ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കുക, ക്ലാസ് കാണുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. എല്ലാവരും ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ടെക്സ്റ്റിൻ്റെ ബേക്കിലായിട്ട് നോക്കിയേ, ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് വിജയനഗര ആൻഡ് മുഗൾസ്. അപ്പോൾ അത് നല്ലതുപോലെ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ അത് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.